ഓക്കെ, ചേട്ടന്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ലേലും ഈ വേലയും കൂലി ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടി കല്യാണം കുടുംബജീവിതവും. എന്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ചിരിയായിരിക്കണം. എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എടുത്തിങ്ങനെ പൊക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അധികം തടി ഉണ്ടാവരുത്. എന്റെ ഒരു ആരോഗ്യത്തിന് എടുക്കാൻ പറ്റിയ കനവൊക്കെ ഉണ്ടാവും. പല്ലിങ്ങനെ ഏങ്കോണിച്ച് അങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ പല്ലിരിക്കുന്നത് കാണാൻ എനിക്കത് ഭയങ്കര അങ്ങനത്തെ പല്ല് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് പറ്റിയൊരു പെണ്ണുണ്ട്, ഐശ്വര്യ റോയ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. അപ്പം തിരിച്ച് അവിടെ ഇരിക്കുന്ന ആളും എൻ്റെ അടുത്ത് അതേപോലെ നല്ല രീതിയിൽ സംസാരിക്കണം. അത് നേരം വിളിക്കുന്നവർ സംസാരിച്ചിരുന്നാലും ഞാൻ അധികം പൊസസീവ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ചുറുചുറുക്കുള്ള ചെറുക്കനാ സാറേ, ശാന്തനാ, സൽസ്വഭാവിയാ. മാക്സിമം ഒരു ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയിലുള്ള ഒരു അംഗമാണ് കേട്ടോ ഞാൻ. 6 months later. കല്യാണത്തിന്റെ വെഡ്ഡിങ് സാരി, അപ്പൊ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. മൊത്തം നഷ്ടക്കച്ചവടമായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഈ മാരേജ് പർച്ചേസ് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. പക്ഷെ ആർക്കും 5 പൈസ കൊടുക്കില്ല. ആ ഒരു കാര്യത്തിലൊക്കെ ഡ്രസ്സ് സെലക്ഷനൊക്കെ ഷടപടയെന്ന് അങ്ങ് തീർന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച ബഡ്ജറ്റിനേക്കാളും അകത്ത് തന്നെ നിന്ന് കേട്ടോ. അയ്യോ ദാരിദ്ര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഓസിന് കിട്ടിയ ആസ്ബറ്റോസ് വരെ തിന്നുന്ന ടൈപ്പാണ് അത് ആക്ച്വലി ഷീസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. പെട്ടെന്ന് ാണ് എല്ലാത്തിനും ഞാൻ ഇട്ട ബഡ്ജറ്റിനേക്കാളും പുള്ളിക്കാരിക്ക് അതിനകത്തുള്ള സംഭവങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വാവ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പൈസയൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെലവാക്കണം കേട്ടോ. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നതേ ഉള്ളൂ.